إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറെ ബഹുമാനമുള്ള നൻ്റെ പെരുസത്തിരെ സഹോദരങ്ങളെ സഹോദരിമാരെ വിശ്വാസിനികളെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അവൻ്റെ വിധിവിലക്കുകൾ നല്ലപോലെ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമുണ്ടോ എന്നോടും നിങ്ങളെല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഉണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയമുണ്ട് ചൊന്നെങ്കിൽ വളരെയേറെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് ഇക്കരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതായ ഒരു പദമായിട്ട് ഇക്കറ് ഔലിയ ഉണ്ട് ചൊല്ലുന്നത്. വളരെ വിചിത്രമായ വിശ്വാസങ്ങളായിട്ട് ഇക്കറ് ഔലിയാക്കന്മാർ ഔലിയ എന്നതിനെ സംബന്ധിച്ച് ഇവിടെ പലരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഔലിയ ഉണ്ട് ചൊന്നെങ്കിൽ വലിയ എന്ന വാക്കിനെ ബഹുവചനമായിട്ടിക്കർ, അതിൻ്റെ പ്ലൂറൽ ഫോമായിട്ടിക്കർ. മിത്രം, സഹായി, സ്നേഹിതൻ, യജമാനൻ, രക്ഷിതാവ്, കൈകാര്യകർത്താവ് എന്നിങ്ങനെ ഓരോ സന്ദർഭത്തിൽ അതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഔലിയ ഉണ്ട് ചൊല്ലുന്നത് നമ്മുടെ നാട്ടിൽ ഈ പദം ഉപയോഗിച്ച് പണ്ടത് ഔലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ചെന്നെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു പട്ടം കിട്ടിയതായിട്ടിക്കർ, ഒരു കൂട്ടരായിട്ടിക്കർ, ഒരു പ്രത്യേകമായ വേഷങ്ങളൊക്കെ ധരിച്ച് ചില ഭാവങ്ങളൊക്കെ കാണിക്കരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില മനുഷ്യരൂപങ്ങൾ, ചില മനുഷ്യക്കോലങ്ങളെയാണ് ഉണ്ട് മനുഷ്യരുടെ ഇടയിൽ, നമ്മുടെ ഇടയിലൊക്കെ ഔലിയ എന്നതുകൊണ്ട് മനസ്സിലാക്കപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യക്തമായ നിലക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണിട്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തണ്ട്. അത് നാം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസ്, ആ സൂറത്ത് യൂനുസിലെ 63-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചൊല്ലുന്നു, ശരിക്കും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണ്, അള്ളാഹുവിൻ്റെ മിത്രങ്ങൾ ആരാണ്, ഞങ്ങളെ സ്വഭാവം എന്തായിട്ടിക്കറ്, ഞങ്ങളെ വിശേഷത്തെ എന്തായിട്ടിക്കറ്, വളരെ ക്ലിയറായി അല്ലാഹു തആല പഠിപ്പാട്ടർ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة. അള്ളാഹു സുബ്ഹാനഹു വതആല ചൊല്ലുന്ന പളക്കമായിട്ടിക്കർ. അലാ, നിങ്ങൾ നല്ല പോലെ കേൾക്കറു, നല്ല പോലെ മനസ്സിലാക്കറു. ഇന്ന ഔലിയാ അല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുണ്ട് ചൊന്നെങ്കിൽ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അങ്ങക്കൊന്നും പേടിക്കൊണ്ടില്ല, അങ്ങക്കൊന്നും ദുഃഖിക്കൊണ്ടുമില്ല. ആരായിട്ടിക്കറാർ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ? അല്ലദീന ആമനു, അങ്ങ് നല്ല വിശ്വാസമുള്ള ആളായിട്ടിക്കറാർ. അള്ളാഹുവിലും അതുപോലെ വിശ്വസിക്കേണ്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നല്ല പോലെ വിശ്വാസം വെക്കൊരാളുമാർ. വക്കാനൂ യത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കരെ ദൈവ ഭയമുള്ള ആൾക്കാരായിട്ടിക്കറാറ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അങ്ങനെയുള്ള ഔലിയാക്കൾ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ, ഈ ദുനിയാവിൽ അങ്ങക്ക് ഒരുപാട് സന്തോഷിക്കൊണ്ടുള്ള വകയുണ്ട്, ഒരുപാട് സന്തോഷ വാർത്ത അങ്ങക്കുണ്ട്, ശുഭവാർത്ത അങ്ങക്കുണ്ട്. ഒഫിൽ ആഖിറ, നാളെ ആഖിറത്തിലും അവർക്ക് ഒരുപാട് ശുഭവാർത്തയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായ നിലക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണ്ട് നമുക്ക് പഠിപ്പാട്ടിത്തണ്ട്. അപ്പം ഈ ആയത്തിലൂടെ നമുക്ക് എന്തിനു മനസ്സിലായിട്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഉണ്ട് ചൊന്നെങ്കിൽ അതൊരു പ്രത്യേകം വിഭാഗമായിട്ടിക്കുന്ന ആളുകളല്ല, അതൊരു പ്രത്യേകം പട്ടം കിട്ടുന്ന ആളുകളല്ല. അള്ളാഹുവിൽ വിശ്വസിച്ച് അതേപോലെ വിശ്വസിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വിശ്വസിക്കുകയും അതേപോലെ അള്ളാഹുവിനെ അവൻ്റെ ജീവിതത്തിൽ ഉടനീളം കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുകയും ചെയ്യരെ എല്ലാ സദ്വൃത്തരായ ആളുകളും അങ്ങോ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായിട്ടിക്കറാറുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പാട്ടത്. ഇനി കറാമത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാർക്ക് നൽകരുതായിട്ടിക്കരെ ഒരു ഗൗരവമായിട്ടിക്കരെ കറാമത്തുണ്ട് ചൊന്നെങ്കിൽ, കറാമത്തുണ്ട് ചൊന്നെങ്കിൽ ആ വാക്കിന് അർത്ഥം അതൊരു ആദരവ് എന്നായിട്ടിക്കറ്, ശ്രേഷ്ഠത്തെ ഗൗരവ എന്ന് ചൊന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ വിശ്വസിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ധർമ്മനിഷ്ഠരായി ജീവിക്കുകയും ചെയ്യരുതായിട്ടിക്കര ഒരു അടിമ, ആ അടിമയെ അല്ലാഹു തആല റെസ്പെക്ട് നൽകി, അവനക്ക് ഗൗരവം നൽകി, ആദരവ് നൽകി, അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു തആല ഇടപെടുന്നു എന്നതായിട്ടിക്കറ് കറാമത്തുണ്ട് ചൊന്നെങ്കിൽ. ഉദാഹരണമായിട്ട് ഒരു വിശ്വാസിയായ നല്ല ഒരു വിശ്വാസിയായ ഒരു സച്ചരിതനായ ഒരു മനുഷ്യൻ, അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ പ്രയാസഘട്ടം ഉണ്ടാവും. അപ്പോൾ ആ പ്രയാസഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ഇടപെട്ടിട്ട് അല്ലാഹു അവനെ സഹായിക്കറ്, അത് കറാമത്തായിട്ടിക്കറ്. ഇനി അയാൾക്ക് വല്ല പ്രതിസന്ധി ഘട്ടം അയാളുടെ ജീവിതത്തിൽ വന്നിട്ട് വിചാരിക്കോറോ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹു തആല ഇടപെട്ടും കൊണ്ട് അതിന് അല്ലാഹു തആല ആ പ്രതിസന്ധി ഘട്ടത്തെ ദൂരീകരിച്ചു കൊടുക്കറു, അതൊരു കറാമത്തായിട്ടിക്കറ്. ആദരവ് എന്നാണ് കറാമത്തുണ്ട്. ഖുർആനിൽ ആ വാക്ക് കാണാം, വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിൻ ഖൽഖിഹി. എന്തിനാ അല്ലാഹു തആല ചൊല്ലുന്നത്? മനുഷ്യരെ നാം ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു തആല ചൊല്ലുന്നു. അത് എല്ലാ മനുഷ്യരെയുമാണ്, മനുഷ്യവർഗം
മനുഷ്യവർഗത്തെ, മനുകുലത്തെ നാം കറാമത്ത് നൽകി ആദരിച്ചു. ഏത് കറാമത്താണ് അവിടെ അള്ളാഹു ഉദ്ദേശിച്ചത്? മറ്റു സൃഷ്ടികൾക്കില്ലാത്ത, അള്ളാഹുവിന്റെ എത്രയോ കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളിൽ മറ്റു സൃഷ്ടികൾക്കില്ലാത്തതായിട്ട് ആദരവ്, ഗൗരവ മനുഷ്യർക്ക് അള്ളാഹു താല നൽകിയിട്ട് അവിടെ അള്ളാഹു ചൊല്ലു. കറാമത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. എന്നിട്ട് അവിടെ അള്ളാഹു താല കൊടുത്തതായിരിക്കുന്ന ചില സവിശേഷതകളൊക്കെ അള്ളാഹുടെ എടുത്തു ചൊല്ലുറു. എന്തിനായിട്ട് ചെന്നെങ്കിൽ അങ്ങനെ നാം കടലിലും കരയിലുമെല്ലാം തന്നെ അങ്ങക്ക് യാത്ര ചെയ്യണുള്ള, വാഹനം ഉപയോഗിക്കണുള്ള സൗകര്യം നാം നൽകി. ഇത് മനുഷ്യർക്ക് മാത്രം അല്ലാഹു നൽകിയ ഒരു സൗകര്യമായിട്ട് വാഹനത്തിലെ ബളസിലെ ആ ഏകൈക ജീവി അത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ മനുഷ്യർ മാത്രമായിട്ട് ആ നിലക്ക് അവിടെ അല്ലാഹു തആല ചില സവിശേഷതകൾ ചൊല്ലുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് സാലിഹായ സച്ചരിതനായിട്ട് ഒരു മനുഷ്യനിക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു ആദരവായിട്ട് കറാമത്തുണ്ട് ചൊന്നെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ചാൽ നമുക്കവിടെ കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ, മനസ്സിലാക്കണം, മദീന പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒട്ടിಗೆ നിസ്കരിക്കണുകോ ഇശാ നിസ്കരിക്കണുകോ വന്ന സഹാബിമാർ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അല്ലാഹുവിന്റെ ദീൻ, ഖുർആൻ, അതേപോലെ തന്നെ പ്രവാചകന്റെ ചര്യയെല്ലാം പഠിപ്പാട്ടിയിട്ട് അതെല്ലാം കേട്ടിട്ട് രണ്ട് സഹാബിമാർ കുറെ ലേറ്റായി പോകുമ്പോത്തോ, ജാവായിട്ട് അങ്ങനെ പുറത്തിറങ്ങുമ്പോത്തോ വല്ലാത്ത ഇരുട്ടാണ്. ഇത് ഏതെങ്കിലും കെട്ടുകഥകളല്ല. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെളിച്ചമില്ല, നല്ല ഇരുട്ടാണ്. ആ ഇരുട്ടിലൂടെ അങ്ങ് നടന്നുകൊണ്ട് പോകാറ്. തെല്ലപ്പുറത്തിയപ്പോ, കുറച്ചപ്പുറം എത്തിയപ്പോ അതാ ഒരു വെളിച്ചം, ഒരു ലൈറ്റ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു ലൈറ്റ് ഞങ്ങളെ മുമ്പിൽ കാണുന്നത്. നമ്മളെ ഈ ബൾബ് പോലെ, നല്ല പ്രകാശിക്കുന്ന ബൾബ് പോലെ, വിദ്യുതിയുടെ ബൾബ് പോലെ ഒരു നല്ല ഒരു വെളിച്ചം ഞങ്ങളെ മുമ്പിൽ കാണുന്നത്. അങ്ങനെ ആ വെളിച്ചത്തിന്റെ പിന്നിൽ ഈ രണ്ട് സഹാബിമാർ ഇങ്ങനെ നടന്നു പോകുറാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് സഹാബിമാർ ആ വെളിച്ചത്തിന്റെ പിന്നിലായിട്ട് അവരിങ്ങനെ നടന്നു പോകുറാറ്. കുറച്ച് അപ്പുറം എത്തുമ്പോൾ ഈ രണ്ടാളുകൾക്കും ഞങ്ങളെ റൂട്ട് ചേഞ്ച് ആക്കണം. ഞങ്ങളാകെ വേറെ വേറെയാണ്. അങ്ങനെ അങ്ങ് വേറെ വേറെ അങ്ങ് മാറിയാറ്. അങ്ങനെ ആ വഴി അങ്ങ് പിരിഞ്ഞു പോകുമ്പോ അതാ വെളിച്ചവും രണ്ടായി തീററ്. രണ്ട് വെളിച്ചമാണ്. അങ്ങനെ ആ രണ്ട് വെളിച്ചവും അങ്ങ് ഔത്തുക എത്തുന്നിടത്തോളം ഓരോരുത്തരുടെ കൂടെയും ആ വെളിച്ചമുണ്ടായി. രണ്ടുപേരും ഞങ്ങളെ ഔത്തിലേക്ക്, വീട്ടിലേക്ക് അങ്ങ് എത്തി. വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ആ വെളിച്ചം അതാ അപ്രത്യക്ഷമായി. പിന്നെ വെളിച്ചം അവിടെ കാണുന്നില്ല. ഇതെന്തിരെ? ഇതൊരു കറാമത്തായിട്ട് ഇതൊരു കറാമത്താണ്. അപ്പൊ എന്താണ് ഈ കറാമത്തിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അല്ലപോലെ നാം മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു കറാമത്ത് രണ്ട് സഹാബത്തുകൾക്ക് പ്രവാചകന്റെ കാലത്തുണ്ടായി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ കറാമത്തിൽ നിന്നിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്ത് ജനങ്ങൾ മനസ്സിലാക്കുന്ന മാതിരിയാണോ ഈ കറാമത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇരുട്ടിൽ നാം പെട്ടുപോയാൽ ഈ രണ്ട് സഹാബിമാരെ നാം വിളിച്ചാൽ മതി എന്നാണോ? അങ്ങനെ ഏതെങ്കിലും സഹാബി അങ്ങനെ മനസ്സിലാക്കിയോ? ഈ രണ്ട് കറാമത്ത് ഈ സഹാബിമാർക്കുണ്ടായല്ലേ, ഇനി ഈ രണ്ട് സഹാബിമാരെ വലിയുല്ലാഹി എന്ന് വിളിക്കാം എന്ന് സഹാബിമാർ തീരുമാനിച്ചോ? അങ്ങനെ ഒരു പട്ടം, വലിയുല്ലാഹി എന്ന ഒരു പട്ടം ഈ രണ്ട് സഹാബത്തുക്ക് അങ്ങനെ ആരെങ്കിലും ചേർത്ത് കൊടുത്തോ? ഇനി ഈ രണ്ട് സഹാബത്തുക്ക് കറാമത്തുണ്ടായല്ലേ, ഇനി ആ കറാമത്തിലെ പേര് പറഞ്ഞിട്ട് ആളുമാർക്ക് ഞങ്ങളെ പ്രശ്നങ്ങളും ഞങ്ങളെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം നീക്കിക്കൊടുക്കണുള്ള ഒരു ഷോപ്പ് അങ്ങ് തുടങ്ങിയോ? ഇല്ലല്ലോ. ഇനി അവർ തന്നെ, ആ രണ്ട് സഹാബത്ത് തന്നെ പിറ്റേന്ന് നിങ്ങൾക്ക് പള്ളിയിലേക്ക് വരണം. അങ്ങനെ വരുമ്പോ അങ്ങ് ടോർച്ചില്ലാതെ, വെളിച്ചമില്ലാതെ അങ്ങ് വന്നോ, ആ ഞങ്ങൾക്ക് കറാമത്തുണ്ടല്ലോ, നമുക്കിങ്ങനെ വെളിച്ചമുണ്ടല്ലോ എന്നങ്ങനെ വിചാരിച്ചോ? ഇല്ല. അങ്ങനെ ആ സഹാബിമാർ ആ കറാമത്ത് കൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയില്ല. ആ കറാമത്തിനെ അങ്ങനെ ഒരു കച്ചവട ചരക്കായിട്ട്, ഒരു ജീവിത മാർഗമായിട്ട് ആ സഹാബിമാർ കണ്ടില്ല. ഇത് സ്വഹീഹായ ഹദീസിൽ വന്ന ഒരു കാര്യം. ഇനി പരിശുദ്ധ ഖുർആനിലേക്ക് നാം ഒന്ന് നോക്കാം.
പരിശുദ്ധ ഖുർആനിലേക്ക് നാം നോക്കിയാൽ അവിടെ മറിയം റളിയല്ലാഹു തആല അൻഹയുടെ കറാമത്ത് അത് അല്ലാഹു തആല നമുക്ക് പിടിപാടിത്തണ്ട്. എന്തിനേത്? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സംരക്ഷണത്തിലാണല്ലോ ബൈത്തുൽ മുഖദ്ദസിൽ മറിയം റളിയല്ലാഹു തആല ഇങ്ങനെ വളർന്നു വരുന്നത്. സൂറത്തു ആൽ ഇംറാനിൽ അത് കാണാം. അങ്ങനെ ചിലപ്പോ മറിയം റളിയല്ലാഹു തആല അൻഹയുടെ ആ മിഹ്റാബ്, അവരിങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാ സ്ഥലം, അവരോട് താമസിക്കുന്നതായിരിക്കുന്ന ആ കൊട്ടടി, അതിലെ ഉൾഗ ചിലപ്പോ സക്കരിയ നബി അലൈഹിസ്സലാം പ്രവേശിക്കറ് കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. പരിശുദ്ധ ഖുർആനിൽ കാണാം സക്കരിയ നബി അലൈഹിസ്സലാം മറിയമ്മയുടെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ആ മിഹ്റാബിലേക്ക് അങ്ങ് ചിലപ്പോൾ പ്രവേശിക്കുമ്പോ മറിയമ്മ ബീവിയുടെ അടുത്ത് ഭക്ഷ്യപദാർത്ഥങ്ങൾ അവിടെ കാണാം, ആഹാര വസ്തുക്കൾ കാണാം. ആഹാര വസ്തുക്കൾക്ക് മറിയമാക്ക് സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാണ്ട് വേറെ ആരാണ് എത്തിച്ചു കൊടുക്കരുത്? സക്കരിയ നബി അലൈഹിസ്സലാം മറിയമ്മ ബീവിയുടെ ചിക്കപ്പയാണ്, പിതൃവ്യനാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല സക്കരിയ നബി അലൈഹിസ്സലാമുക്ക് മറിയമ്മ ബീവിയുടെ സംരക്ഷണ ചുമതല നൽകിയത്. അപ്പൊ സക്കരിയ നബി അലൈഹിസ്സലാം ഒന്നും ആ ഭക്ഷ്യപദാർത്ഥങ്ങളൊന്നും കൊണ്ടു കൊടുക്കുന്നില്ല, പിന്നെ എവിടുന്ന്? അപ്പൊ അതുകൊണ്ട് അത്ഭുതത്തോടെ സക്കരിയ നബി അലൈഹിസ്സലാം കേൾക്കറ്, യാ മറിയം അന്നാ ലക്കി ഹാദാ, ഓ മറിയമേ ഈ ഭക്ഷ്യപദാർത്ഥങ്ങൾ, ഈ ആഹാരങ്ങൾ ഇത് എവിടുന്നാ? ആരാ കൊണ്ടുവന്ന് തന്നത്? എവിടുന്നാണ് ഇത് കിട്ടിയത്? ഇതൊരു വിചിത്രമാണല്ലോ, ഒരു അത്ഭുതമാണല്ലോ. അതെന്താണ് അവരുടെ മറുപടി? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു തന്നതാണ്. നിനക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ള അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ മഹിമ കൊണ്ട് അല്ലാഹു നിനക്ക് തന്നതായിട്ടിക്കറ്. ഇതാണ് മറിയം റളിയല്ലാഹു തആല അൻഹ അധികം മറുപടി കൊടുത്തത്. ഇവിടെ നാം മനസ്സിലാക്കണം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം മറിയമ്മ ബീവിയുടെ കറാമത്തിനെ നേർക്കുനേരെ കാണുകയാണ്. ഒരു പ്രവാചകന് നേർക്കുനേരെ കാണുകയാണ്. അത് കണ്ട ആ പ്രവാചകൻ ഇനി മറിയമ്മ ബീവിയോട് നമുക്ക് സഹായം തേടാം, ഇന്നതാണല്ലോ കാണുന്നത്. കറാമത്തിലൂടെ സഹായം തേടുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാം വിചാരിച്ചോ, ഇനി നമുക്ക് മറിയമ്മ ബീബി ഉണ്ടല്ലേ, എല്ലാ കാര്യം എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും നക്ക് മറിയമ്മ മതി, വേറെ ആരും വേണ്ട എന്ന് സക്കരിയ നബി അലൈഹിസ്സലാം മനസ്സിലാക്കിയോ? ഇല്ലല്ലോ. അതിൻ്റെ ഉടനെ തന്നെ അല്ലാഹു തആല ചൊല്ലപ്പളക്ക സൂറത്ത് ആൽ ഇംറാനിൽ കാണാം. ഈ അല്ലാഹുവിൻ്റെ ഖുദ്റത്തങ്ങ് സക്കരിയ നബി അലൈഹിസ്സലാം കണ്ടപ്പോ അവിടുന്ന് സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനെ? ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവോട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് സക്കരിയ റബ്ബഹു. എന്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത്? സക്കരിയ നബി അലൈഹിസ്സലാമുക്ക് ഒരു നല്ല ഒരു സന്തതിയെ അദ്ദേഹം അല്ലാഹുവിനോട് തേടുകയാണ്. കാരണം എന്താണ്? മറിയമ്മ ബീബിക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അള്ളാഹിന്റെ കൊടുകെ, അല്ലാഹുവിന്റെ ആ മഹാമഹിമ മറിയമ്മ ബീബിയിലൂടെ വെളിപ്പെട്ടത് കണ്ടപ്പോ അല്ലാഹുവോടാണ് സക്കരിയ നബി അലൈഹിസ്സലാം കേൾക്കുന്നത്, അല്ലാ മറിയമ്മക്ക് ഇത്ര വലിയ മഹിമ കാണിച്ചു കൊടുത്ത റബ്ബേ, നിന്റെ ആ മഹാമഹിമ കൊണ്ട് ഞാൻ നിന്നോട് കേൾക്കറേ, എന്നൊക്കെ നല്ല ഒരു ഉത്കൃഷ്ടമായതായിട്ടിക്കര ഉത്തമമായ സന്തതിയെ എന്നൊക്കെ നീ ദയപാലിക്ക. ഇതാണ് സക്കരിയ നബി അലൈഹിസ്സലാം ആരട്ട് കേൾക്കരുത്? അല്ലാഹുവോട്. മറിയമ്മ ബീവിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടെന്നൊക്കെ തരണുണ്ടാ കേട്ടത് അല്ലല്ലോ, അങ്ങനെ ഒന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിൽ എന്താണ് കറാമത്ത് കേൾക്കുമ്പോ, ആരെങ്കിലും കറാമത്ത് വെളിവായി എന്ന് അവർ വാദിക്കുന്നത് പോലെ കറാമത്ത് കേൾക്കുമ്പോ ആളുകളുടെ കൂട്ടമാണ് ഇങ്ങനെ പോകരുത്. ആളുകൾ ഇങ്ങനെ പോയിട്ട് ഞങ്ങളെ പ്രശ്നങ്ങൾ, ഞങ്ങളെ കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുന്നു. ഞങ്ങളെ സങ്കടങ്ങൾ, വിഷമങ്ങൾ എങ്ങനെ അവരുടെ മുമ്പിൽ തുറന്നു പറയുന്നു. അങ്ങ് മരിച്ചാലും, അങ്ങ് മരണപ്പെട്ട് മണ്ണായി എല്ലായി അസ്ഥിയായി കഴിഞ്ഞാലും അവരോട് പോയിട്ട് ചോദിക്കുന്നതാണ്. അങ്ങനെ ആ സ്ഥലം, അവർ മരിച്ചു കിടക്കുന്ന സ്ഥലം അങ്ങക്ക് ഒരു അത്താണിയായി ആശാകേന്ദ്രമായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് നാം ഇന്ന് കാണുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, വിലായത്ത് കറാമത്തിൽ ചെന്ന് എന്തിനേണ്ട നമുക്ക്
പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പാട്ടറ്. ഇത് നാം പറയുമ്പോൾ നമുക്ക് കറാമത്ത് കൊണ്ടാണ് നാം ചോദിക്കരുത്, അല്ലാഹു തആല കൊടുത്ത കഴിവ് കൊണ്ടാണ് നാം ചോദിക്കരുത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കഴിവ് കൊടുക്കുന്നില്ല, അല്ലാഹു കൊടുക്കുന്നില്ല. അത് അല്ലാഹുവിന്റെ കഴിവാണ്. അല്ലാഹുവിന്റെ കഴിവിനെ പിന്നൊരാൾക്ക് ഇങ്ങനെ അല്ലാഹു തആല കൊടുക്കലില്ല. കറാമത്ത് കൊണ്ട് ചെന്നെങ്കിൽ എന്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കുന്ന കാര്യമാണ്. വളരെ വ്യക്തമായ നിലക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ നമുക്കത് പഠിപ്പാട്ടിത്തണ്ട്. അംറുൻ ഖാരിഖുൻ ലിൽ ആദ യുജ്രീഹില്ലാഹു തആല. എന്തിനെ? അംറുൻ ഖാരിഖുൻ ലിൽ ആദ യുജ്രീഹില്ലാഹു തആല. ആദത്തിന് എതിരായിട്ട് ചെന്നെങ്കിൽ എന്തിനെ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ ചില വ്യവസ്ഥകളൊക്കെ അല്ലാഹു തആല നിശ്ചയിച്ചത്, ആ വ്യവസ്ഥകൾക്ക് അതീതമായിട്ട് അപ്പുറമായിട്ട് കാര്യകാരണ ബന്ധങ്ങൾക്കെല്ലാം അതീതമായിട്ട് അല്ലാഹു നടപ്പാക്കുന്ന കാര്യമാണ് കറാമത്തുണ്ട് ചൊന്നെങ്കിൽ. എന്നല്ലാതെ ഔലിയാക്കന്മാർക്ക് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സിദ്ധി ഒരിക്കലുമല്ല കറാമത്തുണ്ട് ചൊന്നെങ്കിൽ. അത് അള്ളാന്റെ പ്രവർത്തനമാണ് കറാമത്തുണ്ട് ചൊല്ലുന്നത് എന്നല്ലാതെ അതൊരു വലിയന്റെ പ്രവർത്തനമേ അല്ല, വലിയ കൊടുക്കുന്ന കഴിവല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ കഴിവ് ചില ആളിലൂടെ ആ അത്ഭുതം അല്ലാഹു തആല വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമാണ്. നമുക്ക് മുഹീദ്ദീൻ ശൈഖുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഒരുപാട് കറാമത്തുകൾ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. നാം ഇപ്പോൾ ഈ മാസം മുഹീദ്ദീൻ ശൈഖിന്റെ ചരമവാർഷികം ആചരിക്കുന്ന ഒരു മാസമായിട്ടിക്കറ്. പള്ളികളിലൊക്കെ ധാരാളമായിട്ട് നമുക്കിങ്ങനെ മുഹീദ്ദീൻ ശൈഖിന്റെ അപദാനങ്ങൾ ചെന്നിട്ട് നമുക്ക് ചരമവാർഷികം ചെന്നെങ്കിൽ ആണ്ട് കഴിഞ്ഞ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ച് അല്ലേ? അപ്പം ചില ആൾക്കാർക്ക് ചോദിക്കാറ്, അപ്പോൾ റസൂലുള്ളാഹിയുടെ ജന്മദിനം ആഘോഷിച്ച പിന്നെ എന്തേ മുഹീദ്ദീൻ ഷെയ്ഖ് ജീലാനിയുടെ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ എന്താ ജന്മദിനം ആഘോഷിക്കുന്നില്ല? അതൊക്കെ കാരണം എന്തിനെ? കറാമത്ത് കൊണ്ട് അങ്ങക്ക് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ജനനം കൊണ്ട് ജീവിതമാർഗം പിടിയായിട്ടല്ലേ ജീവിതമാർഗമാക്കുന്നത് സാധ്യമാകുന്നില്ല. കാരണം മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത് അത് റമദാൻ മാസത്തിലാണ്. പിടിയായിട്ടല്ലേ? അത് റമദാൻ മാസത്തിലാണ് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. മുഹീദ്ദീമാരെ നമുക്ക് കാണാം. മുതലായ റമദാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലനെ തൊടാതോവർ മുഹീദ്ദീമാരിൽ കാണാം. പിടിയത്തല്ലേ? ചെന്നെങ്കിൽ മുതലായ റമദാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലനെ തൊടാതോവർ. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ മാസത്തിൽ ആണ് മുഹീദ്ദീൻ ശൈഖിന്റെ ഉമ്മ മുഹീദ്ദീൻ ശൈഖിനെ പ്രസവിച്ചത്. റമദാൻ 1 റമദാൻ മാസം മുഴുവൻ മുല കുടിച്ചില്ലാണ്ട് മുഹീദ്ദീമാരിൽ കാണാം. മുഹീദ്ദീമാല എന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അത് മുഹീദ്ദീൻ ശൈഖിന്റെ ഗ്രന്ഥമല്ല. മുഹീദ്ദീമാല എന്ന് പറയുന്നത് മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബല്ല. അതേപോലെ തന്നെ ഖുത്ബിയ്യത്ത് മുഹീദ്ദീൻ ശൈഖിന്റെ പേര് പറഞ്ഞും കൊണ്ട് 100,000 പ്രാവശ്യമെല്ലാം വിളിക്കുന്നത് അതും മുഹീദ്ദീൻ ശൈഖിന്റെ ഗ്രന്ഥമല്ല. മുഹീദ്ദീൻ ശൈഖിന്റെ ഗ്രന്ഥം, മുഹീദ്ദീൻ ശൈഖിന്റെ ആശയം, മുഹീദ്ദീൻ ശൈഖിന്റെ ആദർശം മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബിലുണ്ട്. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിലുണ്ട്. അത് പഠിപ്പാട്ടുന്നില്ല. മുഹീദ്ദീമാലയും മറ്റു മാലപ്പാട്ടുകളും മൗലൂദും റാത്തീബുമെല്ലാം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നവർ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആദർശം എന്താണ്, മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആശയം എന്താണ് എന്ന് അയാളുടെ കിതാബിലൂടെ പഠിപ്പാട്ടുന്നില്ല. ആരായിരുന്നു മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി? മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി 470 ഹിജറ 470 ജനിച്ച ആളായിട്ടിക്കര്. 470 ജനിച്ച് ഹിജറ 561 മരണപ്പെട്ട ആൾ ചെന്നെങ്കിൽ 91 വർഷം ജീവിച്ച, കുറേ കാലം ജീവിച്ച ഒരു മഹാനാണ്. 91 ഇയർ അദ്ദേഹം ജീവിച്ചു. ഏകദേശം ഇപ്പോൾ ഹിജറ വർഷം എത്രയാണ്? 1445 ആണല്ലേ? അപ്പോൾ ഏകദേശം ഒലിമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഷെയ്ഖ് ജീലാനി റഹിമഹുല്ലാഹ്. ആ ഷെയ്ഖ് ജീലാനി റഹിമഹുല്ലാഹ് ആരായിട്ടെന്ന് അയാളുടെ ചരിത്രം കുറച്ച് നാം മനസ്സിലാക്കണം. ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ടാണ് അയാൾ അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചത്.
പിടിയത്തല്ലേ? അദ്ദേഹത്തിൻ്റെ ഉമ്മ നല്ല ഒരു ദീനീബോധമുള്ള ഒരു സ്ത്രീയായിരുന്നു. ആ മകനെ തൻ്റെ പിതാവൊക്കെ മരണപ്പെട്ടപ്പോൾ ആ ഉമ്മ വളരെ കഷ്ടപ്പെട്ട് പ്രയാസം ഒരുപാട് ആ മകന് വേണ്ടി പ്രയാസപ്പെട്ട് അങ്ങനെ ഇൽമ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ ആ റായത്തൊന്നും ഇൽമ പഠിച്ചു. പിന്നെ പുറനാട്ടിലേക്കൊക്കെ പോയിട്ട് ഒരുപാട് ഇൽമൊക്കെ നേടിയ മനുഷ്യരാണ്. ഇറാഖിൻ്റെ രാജധാനിയായിട്ടിക്കരെ, ഇറാഖിൻ്റെ തലസ്ഥാനമായിട്ടിക്കരെ ബഗ്ദാദിൻ്റെ അടുത്തുള്ള ജീലാനി എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ നാട്. അതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ചൊല്ലുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. മുഹിയുദ്ദീൻ എന്നത് അയാളുടെ സ്ഥാനപ്പേരാണ്. മുഹിയുദ്ദീൻ എന്നത് അയാളുടെ സ്ഥാനപ്പേരാണ്. അയാളുടെ ശരിയായ പേര് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നായിട്ടിക്കര്. മുഹിയുദ്ദീൻ എന്ന അന്നത്തെ മുസ്ലിം ലോകം അദ്ദേഹത്തിന് നൽകിയ പേരായിട്ടിക്കര്. കാരണം അദ്ദേഹം 91 വർഷക്കാലം ജീവിച്ചു. ഇതിൽ അധികവും സിംഹഭാഗവും അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി, അതായത് അദ്ദേഹം ആ ജീവിക്കുന്ന ആ കാലഘട്ടം അണ്ടത്തെ മുസ്ലിമീങ്ങൾ ജനങ്ങളെല്ലാം ശിർക്കിലും ബിദ്അത്തിലും ഖുർആനിൽ നിന്നും സുന്നത്തും എല്ലാം അകന്ന് ഒരു ബന്ധവുമില്ലാതെ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് തൻ്റെ നാവും തൻ്റെ തൂലികയും പെന്നും അദ്ദേഹം ശരിയായ അള്ളാഹുവിൻ്റെ ദീനക്ക് വേണ്ടി അദ്ദേഹം പടപൊരുതിതായിരിക്കുന്ന പടവാളായിട്ട് ഇന്ന് മഹാനായ ഷെയ്ഖ് ജീലാനി റഹിമഹുല്ലാ ഒരുപാട് മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിച്ചു. പിടിയത്തില്ലേ? ഒരുപാട് മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ സന്ദർശിച്ച് അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ ദീൻ തൗഹീദിനെ അദ്ദേഹം പ്രചരിപ്പിച്ചു. എത്രയോ ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വന്നു. കയ്യും കണക്കുമില്ല. ഇത് നാച്ചുറൽ പളക്കമല്ല. മഹാനായ അബുൽ ഹസൻ അലി നദ്വിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. അതുപോലത്തെ ഒരു പണ്ഡിതൻ ഇപ്പം മരിച്ചയാൾ ഇന്ത്യയിലില്ല. ലോക പണ്ഡിതനാണ്. അലിമിയാൻ റഹിമഹുല്ലാ. അലിമിയാൻ എന്ന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. മഹാനായ അബുൽ ഹസൻ അലി നദ്വി ചൊല്ലുന്ന പളക്കമാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുമാർ അധികം മുസ്ലിമീങ്ങളിൽ നിന്നിട്ടായിരുന്നു. മറ്റു മതക്കാരിൽ നിന്ന്, ക്രിസ്ത്യാനികളിൽ നിന്ന്, ഹൈന്ദവ വിശ്വാസികളിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് കയ്യും കണക്കുമില്ല. അത്രമാത്രം ആളുകൾ മഹാനായ ഷെയ്ഖ് ജീലാനിയുടെ പ്രവർത്തന ഫലമായി, അദ്ദേഹത്തിൻ്റെ ദഅവത്തിന്റെ കാരണമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലുറൂ. അങ്ങനെയുള്ള മഹാൻ എന്തായിരുന്നു പ്രിയമുള്ളവർ? അദ്ദേഹത്തിൻ്റെ ആദർശം അത് നാം മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്നിട്ട് പിടിയത്തല്ലേ? അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്നിട്ട് നാം അദ്ദേഹത്തിൻ്റെ ആദർശം നാം മനസ്സിലാക്കുമ്പോൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആളുകളെന്നറിയപ്പെടുന്ന ജീലാനി തരീഖത്ത്, ഖാദിരിയ തരീഖത്ത് അല്ലേ, അങ്ങനെ നേതാവായിട്ടാണ് അയാളെ കൊണ്ട് നടക്കുന്നത്. ആ ജീലാനി തരീഖത്തുമായി, ഖാദിരിയ തരീഖത്തുമായി മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. ما بعد، فيا أيها الإخوة المؤمنون اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിലായത്ത് കറാമത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് നാം ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ മഹാനായ ഷെയ്ഖ് ജീലാനിയുടെ
അദ്ദേഹം മരിച്ച ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു മാസമായി കാണപ്പെടുന്ന ഈ റബീഉൽ ആഖിറിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത, അങ്ങനെ എഴുതിയിട്ടില്ലാത്ത, അദ്ദേഹത്തിൻ്റെ ആദർശത്തിന് ഘടകവിരുദ്ധമായ ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കറാമത്ത് എന്ന പേരിൽ ഇവിടെ പ്രചരിപ്പിച്ചു കൊടുക്കരുത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ആരാണെന്ന് നാം മനസ്സിലാക്കി. അദ്ദേഹത്തിന് മുസ്ലിം ഉമ്മത്ത് അണ്ട് നൽകിയ പേരായിട്ട് മൊഹിയുദ്ദീൻ. മൊഹിയുദ്ദീൻ ചെന്നെങ്കിൽ ദീനരെ ഹയാത്താക്കിയ മനുഷ്യൻ, ദീനരെ ഹയാത്താക്കിയ മനുഷ്യൻ. ജനങ്ങൾ ശിർക്കിലും ബിദ്അത്തിലും അതേപോലെ തന്നെ തൗഹീദിൽ നിന്നെല്ലാം അകന്ന ആ ജനങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിച്ച് അങ്ങനെ തൗഹീദിൽ അടിയുറച്ച വിശ്വാസമുള്ള ആളാക്കി, അങ്ങനെ ദീന് മരിച്ചു പോയ ഒരു അവസ്ഥയിൽ നിന്നിട്ട് ആ ദീനരെ ഹയാത്താക്കിയ മനുഷ്യൻ എന്ന പേരിലാണ് മുഹയ്യിദ്ദീൻ എന്ന് അന്നത്തെ മുസ്ലിം ലോകം അതേപോലെ തന്നെ പണ്ഡിതന്മാർ അദ്ദേഹത്തിന് ആ സ്ഥാനപ്പേര് നൽകിയത്. ആ മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആദർശം എന്തായിരുന്നു? അദ്ദേഹം തൻ്റെ 91 വർഷക്കാലം ജീവിച്ച് ഇവിടെ ഈ സമൂഹത്തോട് അദ്ദേഹം നൽകിയ അഡ്വൈസ് എന്താണ്? അദ്ദേഹത്തിൻ്റെ കിതാബ് ഫത്ഹുർ റബ്ബാനി എന്ന കിതാബ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ പറ്റി ഇവിടെ എന്താ പ്രചരിപ്പിക്കരുത്? വല്ലേ നിലത്തിന്നും, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തരം ഞാൻ ചെയ്യുന്നതാണ്. എന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് പ്രചരിപ്പിക്കുന്നത്. ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ മാത്രമുള്ള വിവരക്കേട് അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. നല്ല ബുദ്ധിമാനായിരുന്നു, കാര്യബോധമുള്ള പണ്ഡിതനായിരുന്നു അദ്ദേഹം. നമ്മളൊക്കെ മനസ്സിലാക്കുന്ന മൊയ്യദ് ഷേഖ് ഇവർ പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിചാരം ഒരു 4 മതിൽ കെട്ടിട്ട് ഒരു ഉത്തര ഉൾക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു തസ്ബീഹ മാലയും കയ്യിൽ പിടിച്ചിട്ട് ഒരു പച്ചത്തട്ടവുമായിട്ട് ഇങ്ങനെ കുട്ടുക്കാക്കുന്ന ഒരാളെന്നാണ് നമ്മളെ മനസ്സിലേക്ക് വേണ്ടത്. അങ്ങനെയുള്ള ആളായിരുന്നില്ല. ഒരുപാട് രാഷ്ട്രങ്ങളും മറ്റുമൊക്കെ സന്ദർശിച്ച് അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച ആ മഹാൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നത് നോക്കോറോ, മനുഷ്യ തന്റെ പ്രയാസങ്ങൾ സൃഷ്ടികളോട് ശികായത്ത് ചെല്ലുക, ആവലാതി ചെല്ലുക. മനുഷ്യ ലാ യൻഫഉനക വലാ യദുറുനക, ആ സൃഷ്ടികളൊന്നും നിനക്ക് ഒരു ഗുണവും ചെയ്യൂല. നിനക്ക് ഒരു ഗുണമോ ഒരു ഉപദ്രവമോ നിനക്ക് അവരിൽ നിന്നുണ്ടാവൂല. നീ പിന്നെ എന്ത് കാണ്? ഞങ്ങളുടെ മുന്നിൽ നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ നീ ഞങ്ങളുടെ മുമ്പിൽ ചൊല്ലരുത്. നോക്കണം, അദ്ദേഹത്തിന്റെ വാക്ക് എത്ര കട്ടിയുള്ള വാക്കാണ്. പിന്നെ അയാൾ ചൊല്ലുന്നത് അമാ തസ്തഹി, നിനക്ക് നാണമില്ലേ? ഞാൻ കേൾക്കരുതല്ല, മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല കേൾക്കരുത്. അമാ തസ്തഹി, നിനക്ക് നാണമില്ലേ? അൻ തത്ലുബ മിൻ ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് നീ കൈ നീട്ടി തേടണക്ക് നിനക്ക് നാണമില്ലേ? വഹുവ അഖ്റബു ഇലൈക മിൻ ഗൈരിഹി, നിന്നോട് ഏറ്റവും അടുത്തവൻ ആരാണ്? മറ്റുള്ള സൃഷ്ടികളാണോ? അല്ലാഹയല്ലേ. നിനക്ക് ഏറ്റവും മുട്ടമുള്ളത് മടവൂറാണോ? എത്രയോ ദൂരം കിടക്കുന്ന അജ്മീറിൽ കിടക്കുന്ന ആളാണോ നിനക്ക് മുട്ടമുള്ള ആള്? നാഗൂറിലുള്ള ആളാണോ? മുത്തുപേട്ടയിലുള്ള ആളാണോ? ആരാണ് നിനക്ക് ഏറ്റവും മുട്ടമുള്ളത്? അല്ലാഹുവല്ലേ. പരിശുദ്ധ ഖുർആനിലെ ആയത്തല്ലേ, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. പരിശുദ്ധ ഖുർആന്റെ എത്ര നല്ല മനോഹരമായ വാക്കാണ്. മനുഷ്യരെ സൃഷ്ടിച്ചത് നാമാണ്, മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. അവൻ്റെ മനസ്സിലുണ്ടാകിരെ, അവൻ്റെ മനസ്സിനെ ഉത്ഭവിക്കുന്നതായിരിക്കുന്ന ഭാവനകൾ പോലും നമുക്ക് പിടിയുണ്ടോ? അവൻ്റെ മനസ്സിനെ ഉൾക്കൊള്ളിക്കുന്ന ഭാവനകൾ, ദുർഭാവനയാവട്ടെ നല്ല ഭാവനയാവട്ടെ സൽഭാവനയാവട്ടെ, അതെല്ലാം നമുക്ക് പിടിയുണ്ടോ? കാരണം അവൻ്റെ കണ്ഠനാടിയേക്കാൾ അവനക്ക് ഏറ്റവും മുട്ടമുള്ളത് ഞാനായിട്ടിരിക്കേ. അവൻ്റെ കണ്ഠനാടിയേക്കാൾ അല്ലാഹു ചൊല്ലുന്ന പളക്കമാണ്. ഷെയ്ഖ് ജിലാൻ ഇതുകൊണ്ടാക്കിയേക്കരുത്. നിനക്ക് നാണമില്ല മനുഷ്യ? നിനക്ക് ഏറ്റവും മുട്ടമുള്ള ആ റബ്ബിനെ വിട്ടിട്ട് നിനക്ക് എങ്ങനെ റബ്ബല്ലാത്തവരൊക്കെ തേടെടുത്ത് നിനക്ക് എങ്ങനെ മനസ്സുണ്ട്? എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് മരിക്കാൻ കിടക്കുന്ന സന്ദർഭം, മഹാനായ ഷെയ്ഖ് ജിലാനി മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ മരിക്കാൻ കിടക്കറ്. തൻ്റെ മോൻ ചെമ്മ മക്കളിൻ തയ്യാൾക്ക്, ഞാൻ ആ വിഷയമെല്ലാം ഇപ്പോൾ എടുക്കുന്നില്ല,
നാല് പത്നിമാർ അതിൽ നല്ല 4 മക്കളിന് ധാരാളം മക്കൾ അല്ലാഹു തആല കൊടുത്ത അയാൾക്ക്. അങ്ങനെ ആ ഒരു മകൻ അബ്ദുർ റസാഖിന് ചൊല്ലുന്ന മകനെ വിളിച്ചിട്ട് അയാൾ കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളിൽ ചൊല്ലു നോക്കൂ, ലാ തഖഫ് അഹദാ, മോനെ നീ ഒരോളെയും ഈ ദുനിയാവിൽ നീ പേടിക്കണ കുതീറ. വലാ തർജാ, നീ ഒരാളോടും നീ പ്രതീക്ഷ വെക്കണ്ട, ഒരാളോടും നീ പ്രതീക്ഷ വെക്കണ്ട, ഒരാളെയും നീ പേടിക്കണ്ട. പേടിക്കണ്ടാന്ന് ചെന്നെങ്കിൽ നമ്മൾ ഈ കരടിനെയും നരിനെയും പുലിനെയും പേടിക്കണം, ആ പേടിയല്ല, അത് ഭൗതികമായ പേടിയാണ്, അത് സാധാരണയാണ്, ദിക്കും. പിന്നെ ഇതേത് പേടിയാണ്? അദൃശ്യമായ, അഗോചരമായ, അഭൗതികമായ പേടിയാണ്. ഉദാഹരണത്തിന് ഒരാളിങ്ങനെ വണ്ടി വിട്ടുകൊണ്ട് ഇങ്ങനെ പോരും, കുറേ അപ്പുറം എത്തുമ്പോൾ അതാ അവർ ദർഗ കാണറ്, ഒരു ജാരം കാണറ്, പേടി വന്ന് കാശിടണം, കാശിട്ടില്ല എങ്കിൽ ചിലപ്പോൾ എൻ്റെ വണ്ടി വല്ലപ്പോൾ ആക്സിഡൻ്റ് ആവും, പിടിയത്തില്ലേ, പേടി വന്ന്. അപ്പോൾ അവിടെ വണ്ടി നിപ്പാട്ടിയാ പോയി കാശിട്ട, ഇപ്പോൾ അവൻ്റെ മനസ്സിൽ വിചാരം തരും നക്കെന്തും ആവില്ല. കാരണം ആ ദർഗര ഉൾഗയിക്കര ഷെയ്ഖ് നിന്നെ കാപ്പാടും, നിന്നെ സംരക്ഷിക്കും. അല്ലെങ്കിലോ ഈ കാശിട്ടില്ല എങ്കിലോ എന്നൊക്കെ അപകടം സംഭവിക്കും. പിടിയത്തില്ലേ ഈ പേടി, ഈ പേടി നിന്റെ മനസ്സിലുണ്ടാവണക്ക് തീരെ മോനെ. നിന്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹിനോടായിരിക്കണം നീ ഏൽപ്പിക്കേണ്ടത്. നീ അള്ളാഹുവോടായിരിക്കണം നീ തേടേണ്ടത്. അള്ളാഹു അല്ലാത്ത ഒരാളോട് നീ ബരമേൽപ്പിക്കണു തീരാ, ഒരാളോട് നീ പരമേൽപ്പിക്കണു തീരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ നീ ആശ്രയിക്കണു തീരാ, നീ അവലംബിക്കണു തീരാ, നീ ബലമേൽപ്പിക്കണു തീരാ. അത്തൗഹീദ് 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 3 വട്ടം ഞാൻ ചൊല്ലുന്നതല്ല, ഷെയ്ഖ് ജിലാനിയുടെ കിതാബിലാണ് 3 വട്ടം ചൊല്ലും. നീ തൗഹീദിനെ മുറുകെ പിടിക്കണം മോനെ, തൗഹീദിനെ മുറുകെ പിടിക്കണം. കാരണം എല്ലാത്തിനെയും അടിസ്ഥാനം അത് തൗഹീദ് മാത്രമായിട്ട് വേറെ ഒന്നുമല്ല. നിന്റെ മനസ്സിൽ തൗഹീദുണ്ടോ, നിക്ക് ഒന്നും പേടിക്കണമെങ്കില്ല, പരലോകത്തിലും ദുനിയാവിലും നിക്ക് രക്ഷ തൗഹീദായിട്ട് കയറ. നിന്റെ ഹൃദയത്തിൽ തൗഹീദുണ്ടോ, അപ്പൊ നിന്റെ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കറ. നിന്റെ ഹൃദയത്തിൽ നിക്ക് തൗഹീദുണ്ടോ, നിക്ക് സമാധാനമുണ്ട്, പേടിക്കേണ്ടതില്ല. നിന്റെ ഹൃദയത്തിൽ നിക്ക് തൗഹീദുണ്ടോ, നിക്ക് നിർഭയത്വമാണുള്ളത്. അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നിക്ക് ഇങ്ങനെ പലവിധ വിശ്വാസികൾ. അപ്പം നീ അവിടെ പോകും മാതൃകയിലേക്ക്, അവിടെ പോയിട്ട് അമ്മത്തിരുന്നില്ല, അപ്പോൾ തോന്നിക്ക് പിന്നെ അവിടേക്ക് പോകാം ഇവിടേക്ക് പോകാമെന്ന് ഇങ്ങനെ ശൈത്താൻ ഇങ്ങനെ നിന്നെ കളിപ്പിച്ചോടിക്കും. എന്നിട്ട് ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലി. ഇപ്പൊ ഇത് ഷെയ്ഖ് ജീലാനി ചൊല്ലുന്ന സംഗതിയാണ്, ഇതാരെങ്കിലും പഠിപ്പാട്ടോ? ഇപ്പോൾ ഷെയ്ഖ് ജീലാനിയെ പരിചയപ്പെടുത്തുന്നത് മാലപ്പാട്ടിലൂടെയും അതുപോലെ തന്നെ ഖുത്ബിയത്തിലെയുമാണല്ലോ. എന്നാൽ ഇത്രയും കാര്യങ്ങൾ ജനങ്ങൾക്ക് ചൊന്നു കൊടുക്കറോ? ഇല്ലല്ലോ. ഷെയ്ഖ് ജീലാനി പിന്നെയും ചൊല്ലുക, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കമിലാഹ്. ഹേ മനുഷ്യ, നീക്ക് എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക? നിന്റെ ഖൽബിൽ എത്ര ഇലാഹുകളാണ് നീ കുടിയിരുത്തുന്നത്? നിന്റെ ഖൽബിലെ ഉൾക എത്രയോ ഇലാഹുകളെ കുടിയിരുത്തിയിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സനമുക. നീ അല്ലാഹുവല്ലാത്ത ആരെയെല്ലാം നീ അവലംബിക്കറോ, അല്ലാഹുവല്ലാത്ത ആരെയെല്ലാം നീ ആശ്രയിക്കറ, അല്ലാഹുവല്ലാത്ത ആരിലെല്ലാം നീ വിശ്വാസം വെക്കറ, ഫഹുവ സനമുക. അത് നിന്റെ മനസ്സിലെ ഉൾഗയിക്കറ വിഗ്രഹമാണ്. എത്ര ക്ലിയറാണ് ഇത്! ഇണ്ടത്തെ സലഫികൾ ചൊല്ലുന്നതല്ല, ഇത് മഹാനായ ഷെയ്ഖ് ജിലാനി. അത് നിന്റെ മനസ്സിലിക്കുന്ന തൗഹീദാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മാ ശിർക്കിൽ ഖൽബി. ഖൽബിൽ ശിർക്കിനെ ഇങ്ങനെ കുടിയിരുത്തിയിട്ട് നിന്റെ നാവിലൂടെ തൗഹീദ് ചൊന്നാൽ ഒരു ഫലവുമില്ല. അഫ്ളലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫലമില്ല. നിന്റെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളെ നീ കുടിയിരുത്തിയിട്ട് എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നാലും, എത്ര യാ ലത്തീഫ് യാ ലത്തീഫ് യാ ഖബീർ യാ ഖബീർ എത്ര പറഞ്ഞാലും അതിൽ ഫായിദയില്ല. ലാ യൻഫഉക, നിക്കൊരു പ്രയോജനവും അതിലില്ല. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബ്. നിന്റെ കൽബിൽ ഒരുപാട് വിഗ്രഹങ്ങളെ നീ കുടിയിരുത്തിറ. നിന്നെ സഹായിക്കണക്കു, നിന്നെ രക്ഷിക്കണക്കു, അതാ അയാളുണ്ട്, അപ്പുറത്തുണ്ട്, ആ തങ്ങളുണ്ട്, ഈ തങ്ങളുണ്ട്, ആ നേതാവുണ്ട്, ആ നേർച്ചക്കാരനുണ്ട്, ആ വഴിപാടുകാരനുണ്ട്. ഇങ്ങനെ അത് നിന്റെ മനസ്സിൽ കുടിയിരുത്തിയ വിഗ്രഹങ്ങളാണ്. അതിനെല്ലാം നീ ആദ്യം നീക്കം ചെയ്യൂ. ആ വിഗ്രഹവുമായിട്ട് നീ തൗഹീദിന്റെ അമരക്കാരനായ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കെട്ടിപ്പണിതായിരിക്കുന്ന കഅബാലയത്തിന് മുട്ട പോയിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് പങ്കുകാരനില്ല എന്ന് നീ പറയുന്നത് ഒരു അർത്ഥവുമില്ല. ആ ഹജ്ജ് കൊണ്ട് ഒരു അർത്ഥവുമില്ല. കാരണം എന്താണ്? നിന്റെ ഹൃദയത്തിൽ ഈ വിഗ്രഹങ്ങളുണ്ട്.
അപ്പം അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസം കളങ്കമില്ലാത്തതാകൊണ്ടാണ് മഹാനായ ശൈഖ് ജിലാനി റഹിമഹുല്ലാഹ് ഇവിടെ പടിപ്പാട്ട് നിന്ന് നാം മനസ്സിലാക്കണം. വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം നമ്മുടെ വിശ്വാസം. പിടിയത്തില്ലേ? ഇതായിരുന്നു മഹാനായ ശൈഖ് ജിലാനിയുടെ ആദർശം. എന്നാൽ ഈ ആദർശത്തിൽ നിന്നെല്ലാം തന്നെ വ്യതിചലിച്ചും കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇടയിൽ മഹാനായ ശൈഖ് ജിലാനി പഠിപ്പാട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതെല്ലാം നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഈ മുസ്ലിം ഉമ്മത്തിനും കാര്യബോധം പ്രദാനം ചെയ്യുമാറാകട്ടെ. ശരിയായ തൗഹീദിൻ്റെ ആളുകളായി, അതിൻ്റെ വക്താക്കളായി, അതിൻ്റെ പ്രയോക്താക്കളായി ജീവിച്ച് തൗഹീദിൽ അവസാന നിമിഷം വരെ അടിയുറച്ചു നിന്നുകൊണ്ട് ആ തൗഹീദിൽ മരിക്കണം. അല്ലാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇണ്ട് നമ്മുടെ പള്ളിയുടെ കളക്ഷനായിട്ട് കയറി എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. പിന്നീട് നാളത്തെ ശനിയാഴ്ചത്തെ ക്ലാസ്, പെണ്ണുങ്ങൾക്കുള്ള ക്ലാസ് വൈകുന്നേരം നമ്മുടെ ഇദാറുൽ ഖൈർ മദ്രസയിൽ വെച്ചിട്ട് എല്ലാ സഹോദരിമാർ ആ ക്ലാസ്സിൽ ഭാഗഭാക്കാകണം. പിന്നെ ദ്വാരക്കണുക്ക് വേണ്ടി കുറേ ആളുകൾ നന്നിട്ട് ചൊന്നുറു, പ്രത്യേകമായിട്ട് ദ്വാരക്കണുക്ക് ചൊന്നുറു. ഒന്ന് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ അബ്ബക്കും ഉമ്മക്കും വേണ്ടി പ്രത്യേകമായ ദ്വാരക്കണുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അബ്ബയുടെയും അവൻ്റെ ഉമ്മയുടെയും രോഗം എന്താണ് എന്ന് പിടിയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമായിട്ടിക്കര് അല്ലാഹു തആല പൂർണ്ണമായ നിലക്കുള്ള ശിഫ, ആജിലായ ശിഫ നൽകി അല്ലാഹു തആല ആ ഉമ്മാരെയും അബ്ബാരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ വേറെ ഒരാൾ, അയാളുടെ വലിയ മൂത്തളുടെ മോള് സർജറിയൊക്കെ ആവശ്യമായിട്ട് വളരെ പ്രയാസത്തിലാണ്, വളരെ സങ്കടത്തിലാണ് എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേറെ ഒരാൾ നമ്മളെ ഒന്നിച്ച് തന്നെ ആദർശ ബന്ധു ഇവിടെ നിസ്കരിക്കണമെന്ന ആൾ, അയാളുടെ സഹോദരി, മൂത്ത സഹോദരി ആശുപത്രിയിലാണ്. ഡോക്ടർമാർ 24 മണിക്കൂർ മാത്രമാണ് സമയം തന്നിട്ടുള്ളത്. അങ്ങനെയുള്ള വളരെ ക്രിട്ടിക്കലായ ഒരവസ്ഥയിലാണുള്ളത്. പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഇടയിൽ ഒരുപാട് പേര്, അവർ മാത്രമല്ല ഒരുപാട് പേരുടെ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും എല്ലാം തന്നെ ഇങ്ങനെ ഈ നിലക്ക് ആശുപത്രിയിലും പ്രയാസത്തിലുമെല്ലാം കഴിയുന്ന ഒത്തിരി പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി, ദ്വാരക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവർക്കും അതുപോലെ മറ്റുള്ള എല്ലാ രോഗികളുടെയും ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങൾ അല്ലാഹു തആല പൂർണ്ണമായ നിലക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ രോഗങ്ങൾ, ശാരീരികവും മാനസികവുമായ ആത്മീയമായ രോഗങ്ങൾ, രോഗങ്ങൾ നൽകുന്നവൻ നീയാകുന്നു റബ്ബേ. ആ രോഗങ്ങൾ ശിഫയാക്കുന്നവൻ നീയാകുന്നു അർഹമുർ റഹീമീനെ. ഈ ദ്വാരക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഈ സഹോദരങ്ങൾ, അവരുടെ ബന്ധുക്കളായ ആ രോഗികളുടെ എല്ലാ രോഗങ്ങൾ നീ പൂർണ്ണമായ നിലക്ക് ആജിലായ പെട്ടെന്നുള്ള ശിഫ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. മരിക്കുന്ന സന്ദർഭത്തിൽ അവരെയും നമ്മളെല്ലാവരെയും നീ ഈമാനോട് കൂടി മരിപ്പിക്കണം റബ്ബേ. ദുനിയാവിൻ്റെ എല്ലാവിധ ഫിത്നകളിൽ നിന്ന്, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന്, നാളെ പരലോകത്തിലെ ഖബറിലെ എല്ലാവിധ ഫിത്ന പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങളെയും അവരെയും കാത്തു സലാമത്താക്കണം റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.